നമസ്കാരം. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടെലികോം സേവന ദാതാക്കളായ എയർടെൽ 3 പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകൾ കൂടി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ 3 റീചാർജുകളും ഡാറ്റ വൗച്ചറുകളാണ്. 161, 181, 351 രൂപയുടെ റീചാർജ് ഓപ്ഷനുകളാണ് എയർടെൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. 181 രൂപയുടെ പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നതാണെങ്കിലും ബെനിഫിറ്റുകളിൽ മാത്രം മാറ്റം വന്നിട്ടുണ്ട്. ഭാരതി എയർടെൽ 161 രൂപ പ്രീപെയ്ഡ് പ്ലാൻ നോക്കുമ്പോൾ ഭാരതി എയർടെലിന്റെ 161 രൂപ പ്രീപെയ്ഡ് പ്ലാൻ 30 ദിവസത്തെ വാലിഡിറ്റിയോടെയാണ് എത്തുന്നത്. ഇത് സർവീസ് വാലിഡിറ്റി അല്ല, മറിച്ച് ഡാറ്റ വൗച്ചറിന്റെ വാലിഡിറ്റിയാണ്. പ്ലാൻ 30 ദിവസത്തേക്ക് 12 GB ഡാറ്റയാണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഈ പ്ലാൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അടിസ്ഥാന ആക്റ്റീവ് പ്രീപെയ്ഡ് പ്ലാൻ ആവശ്യമാണ്. ഭാരതി എയർടെൽ 181 രൂപ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് 30 ദിവസത്തെ വാലിഡിറ്റിയും 15 GB ഡാറ്റയും ലഭിക്കും. 30 ദിവസത്തേക്ക് എയർടെൽ എക്സ്ട്രീം പ്ലേക്കൊപ്പം 20+ OTT ആനുകൂല്യങ്ങളും 181 രൂപ പ്ലാനും നൽകുന്നുണ്ട്. നേരത്തെ 181 രൂപയുടെ പ്ലാനിൽ 30 ദിവസത്തെ വാലിഡിറ്റിയും 1 GB പ്രതിദിന ഡാറ്റയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് 30 ദിവസത്തെ വാലിഡിറ്റിയും 1 GB പ്രതിദിന ഡാറ്റയുമുള്ള പ്ലാൻ വേണമെങ്കിൽ 211 രൂപ ചെലവഴിക്കേണ്ടി വരും. 161 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിൽ 30 ദിവസമാണ് വാലിഡിറ്റി നൽകുന്നത്. ഇത് സർവീസ് വാലിഡിറ്റി അല്ല, മറിച്ച് ഡാറ്റ വൗച്ചറിന്റെ വാലിഡിറ്റിയാണ്. 30 ദിവസത്തേക്ക് 12 GB ഡാറ്റയാണ് 161 രൂപയുടെ പ്ലാനിൽ എയർടെൽ നൽകുന്നത്. അതേസമയം 181 രൂപയുടെ പ്ലാനിൽ 30 ദിവസത്തെ വാലിഡിറ്റിയിൽ 15 GB ഡാറ്റയാണ് ഇതിൽ ലഭ്യമാകുന്നത്. കൂടാതെ 20+ OTTകളിലേക്കുള്ള പ്രവേശനം ഈ റീചാർജ് പ്ലാൻ നൽകുന്നുണ്ട്. എയർടെൽ എക്സ്ട്രീം അടക്കമാണ് ഈ OTT പ്ലാറ്റ്ഫോമുകൾ. മുമ്പ് 181 രൂപയുടെ റീചാർജിൽ 30 ദിവസത്തേക്ക് ദിനം പ്രതി ഓരോ GB ഡാറ്റ വെച്ച് എയർടെൽ കൊടുത്തിരുന്നു. എന്നാൽ ദിവസവും ഓരോ GB ഡാറ്റ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ എയർടെൽ ഉപഭോക്താക്കൾക്ക് 211 രൂപ തന്നെ നൽകണം. 361 രൂപയുടെ റീചാർജ് പ്ലാനിൽ 50 GB ഡാറ്റയാണ് ഭാരതി എയർടെൽ നൽകുന്നത്. 30 ദിവസമാണ് പ്ലാനിന്റെ വാലിഡിറ്റി വരുന്നത്. ദിവസം 1.5 GB ഡാറ്റ നൽകുന്ന 26 രൂപയുടെ പ്ലാൻ എയർടെൽ അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു. 7 ദിവസത്തെ വാലിഡിറ്റിയിൽ 5 GB ഡാറ്റ നൽകുന്ന 77 രൂപയുടെ പാക്കേജും എയർടെലിനുണ്ട്. 121 രൂപയുടെ പാക്കേജിൽ 30 ദിവസത്തേക്ക് 6 GB ഡാറ്റയും എയർടെൽ നൽകുന്നുണ്ട്. നിരക്ക് വർധന നടന്ന ജൂലൈ മാസത്തെ ട്രായുടെ പ്രതിമാസ കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിരക്ക് കൂട്ടിയ സ്വകാര്യ കമ്പനികൾക്കെല്ലാം ജനം തിരിച്ചടി നൽകിയെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ പ്രതിമാസ കണക്ക് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും തിരിച്ചടി കിട്ടിയത് എയർടെലിനായിരുന്നു. ട്രായുടെ ജൂലൈ മാസത്തെ പ്രതിമാസ റിപ്പോർട്ട് പ്രകാരം റിലയൻസ് ജിയോയ്ക്ക് 0.75 ദശലക്ഷം വയർലെസ് ഉപഭോക്താക്കളെയും എയർടെലിന് 1.6 ദശലക്ഷം ഉപയോക്താക്കളെയും വോഡഫോൺ ഐഡിയയ്ക്ക് 1.4 ദശലക്ഷം ഉപയോക്താക്കളെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേസമയം നിരക്ക് വർദ്ധിപ്പിക്കാതിരുന്ന BSNL കാര്യമായ നേട്ടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് എയർടെൽ.